ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒരു അപ്പവും കടലക്കറിയുമാണ്. തേങ്ങയോ അവലോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പവും അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിയും അപ്പമൊക്കെ ഉണ്ടാക്കാൻ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിത് പാക്കറ്റിൽ വാങ്ങിച്ച അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 കപ്പ്. ഇനി കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിലോട്ട് 1/4 കപ്പ് ചോറിട്ടു. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 ടേബിൾ സ്പൂൺ റവ. അപ്പോൾ ആ കണക്കിന് 2 കപ്പ് അരിപ്പൊടിക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ടു. ഇനി ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ വെച്ചിട്ട് തന്നെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാവ് തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. പിന്നെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് അതൊന്ന് പൊങ്ങി വന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോകരുത് കേട്ടോ, അരിപ്പൊടി വെന്ത് പോകരുത്. വളരെ ചെറിയൊരു ചൂട് മതി. അപ്പോൾ ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തു. ഒത്തിരി ലൂസായി പോകണ്ട. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചത് ലൂസാക്കണ്ട. ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തിന് കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല, ഇത്രയും മതി. അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. ആദ്യം പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് അരമണിക്കൂർ വെക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മാവ് തന്നെ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കണം. ഒരു 6-7 മണിക്കൂറെങ്കിലും ഇരുന്നാലേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ പോവാണ്. ആ സമയം കൊണ്ട് നമുക്ക് കടലക്കറി റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു 2 കപ്പ് കടല രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്കിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി, ഇത്രയും മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, അത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കുമ്പോൾ കടല വെന്ത് കിട്ടും. അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്നാൽ മതി. ആ സമയത്ത് കടല വേവുന്ന സമയത്ത് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിനകത്തേക്ക് ഒരു 4 ഏലക്ക, 2 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത്, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്കൊരു 4 വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് നിറം മാറണം. സവോള ഇതുപോലെ വാടിയാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സവോള ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സി ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇതുപോലെ മതി. ഒത്തിരി അങ്ങ് സ്മൂത്ത് ആവണമെന്നില്ല, ചെറിയ ചെറിയ തരികളൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ആദ്യം സവോള വഴറ്റിയ പാനിൽ ഒരല്പം എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് മതി. എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയിലോട്ട് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടികളുടെ ആ ഒരു പച്ചപ്പ് മാറിക്കിട്ടും. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് സമയം വഴറ്റൊന്നും വേണ്ട, കാരണം സവോളയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചപ്പ് നല്ലോണം നമ്മൾ മാറ്റിയിട്ടാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അരച്ച ജാറിൽ തന്നെ, മിക്സി ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച കടല ബാക്കിയുള്ള വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കാം.
ഈ കടല വേവിച്ച വെള്ളവും കൂടി ചേർത്തിട്ട് പിന്നെയും കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഒത്തിരി ലൂസായിട്ടിരിക്കുന്ന ഒരു കറിയല്ല, നല്ല കുറുകിയിരിക്കണം. നമ്മൾ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ളൊരു ഗ്രേവി ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു 10 മിനിറ്റ് നല്ലതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കടലയുടെ ഒരു ടേസ്റ്റ് ഗ്രേവിയിൽ വരണം, കടലയിലും കുറച്ച് ആ ഒരു മസാലയൊക്കെ പിടിക്കണം. 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ സമയം വേണേലും വെക്കാം കേട്ടോ, 1-2 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുക്കാം. പാൻ ചൂടാക്കി കുറച്ച് മാവ് ഒഴിക്കുക. അത് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് മാവ് ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് റവയുടെ ടേസ്റ്റ് ഒന്നും ഒത്തിരി ഉണ്ടാവത്തില്ല. അപ്പം ഇതുപോലെ തന്നെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം. നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കടലയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഗ്രേവി നല്ല കുറുകിയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ് ആ ഗ്രേവിക്ക്. അപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കറിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അപ്പവും കടലക്കറിയും റെഡി. അപ്പം കണ്ടോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെള്ളയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആ റവയ്ക്ക് പകരം അതേ അളവിൽ തന്നെ തേങ്ങ ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.